ഹലോ, വെൽക്കം ടു സെക്കൻഡ് എപ്പിസോഡ്. അപ്പോൾ നമുക്ക് വേണ്ട നിങ്ങൾക്ക് നേരത്തെ നമ്മൾ എടുത്ത പെൻസിൽ, സ്കെയിൽ, സിസർ അതൊക്കെ വെച്ചോ കയ്യിൽ. പിന്നെ നമ്മളുണ്ടാക്കിയ 102 സ്റ്റാർസ് അത് നമ്മുടെ കയ്യിലടിക്കണം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാനിപ്പോൾ 102 സ്റ്റാർസ് ഉണ്ടാക്കി. എക്സ്ട്രാ 2 സ്റ്റാർസ് നിങ്ങളെ കാണിച്ചില്ലേ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ബ്യൂട്ടിഫുൾ സ്റ്റാർസ് വെക്കാൻ വേണ്ടി നമുക്ക് ചുമ്മാ സ്റ്റാർസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതായിട്ടൊരു വേറൊരു ഐഡിയ ആയിട്ട് ഞാൻ കൊണ്ടുവന്നു. അത് നമുക്കൊരു സർക്കിളിന് ഇപ്പം നിങ്ങൾ 10 സ്റ്റാർസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ഒരു ചെറിയ സർക്കിൾ, എൻ്റെ കൈയിനേക്കാളും ഇതൊരു 5 സ്റ്റാർസ് നിൽക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചെറിയ സർക്കിൾ എന്നാൽ ഇത്രയെങ്കിലും കാണുമായിരിക്കും, എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഇത്രയെങ്കിലും കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സർക്കിളെങ്കിലും കാണുമായിരിക്കും, ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 3 സ്റ്റാർസ് അല്ലെങ്കിൽ 4 സ്റ്റാർസ് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ 102 സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു പകുതി സ്റ്റാർ മാറ്റി വെക്കുവാണ്. ടോട്ടലി 10 or 15 ഞാൻ മാറ്റിയത്. ഞാൻ അറിയത്തില്ല ബാലൻസ് വരുന്നത് എത്രയാണ്. അപ്പം സർക്കിളിന് ഒരു കാർഡ്ബോർഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫെവിക്ലൂ, ഒന്നെങ്കിൽ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ്. എനിക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കില്ല. ഫെവിക്കോൾ ഒട്ടും ഭയങ്കര എനിക്ക് സ്ട്രോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം 2 സൈഡും ഉണ്ട്. അപ്പം ഞാൻ ഈ സൈഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കപ്പോൾ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഈ സ്റ്റാർസ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു സൈഡിലായി ഇപ്പം ഇങ്ങനെ ഞാൻ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വരല്ലേ, ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് വെക്കണം. അകത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും, ഇങ്ങനെ ചിലവരൊക്കെ വെക്കുന്നതായിരിക്കും. ഇങ്ങനെ വെക്കും, 2 എണ്ണം വെക്കും അടുപ്പിച്ച്. എനിക്കത്ര ഡിസൈൻ ഫീൽ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ആയിരിക്കും വെക്കുന്നത്. ചിലവർ ഓൾട്ടർനേറ്റ് ആയിട്ടോ, ഞാൻ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ വെക്കും. ചിലത് നമ്മൾ ഉണ്ടാക്കുമ്പോഴില്ലേ വലിയ വലിയ സൈസായിരിക്കും കേട്ടോ, അത് വിഷമിക്കണ്ട. ഇത് കണ്ടോ, എനിക്ക് വലിയ ഇതാണ് സൈസായിട്ട്. അത് സ്വാഭാവികം, നമ്മൾ പേപ്പറിൻ്റെ വലിപ്പമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ വീഡിയോയിനകത്ത് എഴുതിയ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. പിന്നെ ഇല്ലേ, ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് കമൻറ്റ് ബിലോയിലൊന്ന് എഴുതണേ. പിന്നെ നിങ്ങളൊരു ഇപ്പോൾ 20 സ്റ്റാർസ് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ 5 സ്റ്റാർസെങ്കിലും മാറ്റി വെക്കണം. നമ്മൾ 5 സ്റ്റാർസോ അതിൻ്റെ ബാലൻസ് വന്ന സ്റ്റാർസ് നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കും. നമ്മൾ ആലോചിക്കുക എന്തായിരിക്കും, ഇതൊക്കെ ഉണ്ടേ, നമുക്ക് നോക്കാം. ഓക്കെ, കണ്ട എനിക്ക് ഞാൻ ഇത്രയും സ്റ്റാർസ് ഉണ്ടാക്കിയാൽ എനിക്ക് ഇത്രയും ബാലൻസ് വന്നു. കറക്റ്റ് എമൗണ്ട് തന്നെ വന്നില്ല. അപ്പോൾ ഇത് നമുക്കിനി ഒട്ടിക്കണം. വരാം. സ്പോട്ടിലായിരിക്കും നല്ലത്. ഇത്തിരി വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഗ്ലൂ തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം മറക്കല്ലേ. ഓക്കെ, ചെയ്യുന്ന തന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റാർസ്, ഒരു സ്റ്റാർ മാറ്റി വെക്കണം. എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന സ്റ്റാർ മാറ്റി വെക്കണം, നല്ലത്. കണ്ടില്ലേ, മാറ്റി വെക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഇപ്പോൾ കണ്ടോ മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുന്നില്ല. അതെനിക്കൊന്ന് കുഴപ്പമില്ലാന്ന് തോന്നും. ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം ഇത്ര ഉണ്ടല്ലോ, നമ്മൾ ഒട്ടിക്കുമ്പോൾ സ്പേസ് വന്നിരിക്കുന്നത്, സ്പേസൊക്കെ അയ്യോ, ആ സ്പേസ് ചിലപ്പോൾ നമ്മൾ വേറെ ഒരു എക്സ്ട്രാ സ്റ്റാർ നമ്മൾ കൂടെ ഇടുന്നത്. അപ്പോൾ ഉണ്ടോ, എന്താണ് ഇത് ഒട്ടാത്തത്. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അതിന് ഡ്രൈ ആവച്ച് ടൈം കൊടുക്കണം. ഓക്കെ,
എനിക്കൊന്ന് ആ ഏരിയ മൊത്തം തേക്കുന്നത് നല്ലത്. അപ്പം ഒട്ടിയിരിക്കുന്നത് ഓക്കെ. നമ്മളിതിൻ്റെ ബാക്കി ഫുള്ള് കഴിഞ്ഞ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി സ്ലോലി ആയിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഗ്ലൂ ഉപയോഗിക്കാം, നിർബന്ധമൊന്നുമില്ല. സൂപ്പർ ഗ്ലൂ വേണോ ഹോട്ട് ഗ്ലൂ വേണോ ഒന്നും നിർബന്ധം. ജസ്റ്റ് ഒന്നിങ്ങനെ 2 വട്ടം ഒന്ന് 2 റൗണ്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക. നല്ല എന്തോ പോലെ നല്ല സുഖം ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ. ഇതിന് വേണ്ടി 3ാമത്തെ റൗണ്ടും കൂടി ഇങ്ങനെ അടിക്കുക. ഇവിടെയൊക്കെ ഗ്ലൂ ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മളിങ്ങനെ സൈഡിലൊക്കെ വരുന്ന ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ ആക്കുക. അതായത് ഇതിന് ഉണങ്ങാൻ ഇച്ചിരി ടൈം കൊടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാൻ നമുക്ക് എന്തായാലും എഴുതാൻ ഇച്ചിരി പാട് പെടുമായിരിക്കും. കാരണം ഇതുണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, മേരി ചിലപ്പോൾ എത്തൂലേ. ആൻഡിന് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ചെയ്തപ്പോൾ എനിക്ക് സ്കെയിലിട്ട് ഇങ്ങനെ അമക്കി വിടാം. ഒത്തിരി അമക്കണ്ട കേട്ടോ. ഇതിപ്പോൾ 4ാമത്തെ ഇനി അമക്കിയോണ്ട് നമ്മൾ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആക്കിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി കുറേ നേരം ഇളക്കാൻ വെച്ച് നമുക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ പിന്നെ ഗസ്സും ചെയ്യണേ എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണ്. എൻ്റെ ഫേവറേറ്റ് കളർ കമൻറ്റ് ബിലോയിൽ എഴുതണേ. ഈ ക്രിസ്മസ്. ഓക്കെ, ഇതെൻ്റെ അമ്മയുടെ ഫോണാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ ഫോൺ അടയ്ക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ ചുങ്ങിപ്പോയല്ലോ. ഇവിടെ എഴുതുക. ന്യൂ ഇയർ. വൈ ഇച്ചിരി എന്തോ പോലെ ഇരിക്കുന്നു. നിങ്ങളെന്താ നേരത്തെ ഇത് വെച്ച് ഡിസൈന് വേണ്ടി വെച്ച് ഇത് ഡിസൈനും ആക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ റൈസറും ആക്കി. അത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഗിഫ്റ്റായിട്ട് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഗിഫ്റ്റായിട്ട് എനിക്കൊരു ഫ്രണ്ട്. അപ്പം എനിക്ക് സ്കൂൾ വെക്കേഷനാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. കൂൾ സീസൺ ഈസ് ഗോയിങ് ഓൺ. നാട്ടിലൊക്കെ ഇപ്പം ചൂടാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയുടെ സ്ഥലം അച്ഛൻ്റെ സ്ഥലമൊക്കെ ഭയങ്കര ചൂടെന്ന് പറയുന്നു. അപ്പം ഇത് ഞാൻ ചുരുക്കുക.
ആദ്യം എഴുതിയപ്പോൾ ലൈറ്റായിരുന്നു, ഇപ്പം നോക്കിക്കോ ഡാർക്ക്. ഇത് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇപ്പോൾ ഇത് ഡ്രൈ ആക്കാം. ഇപ്പോൾ എൻ്റെ സൈഡൊന്ന് ഡ്രൈ ആക്കി ഒരു 10 മിനിറ്റെങ്കിലും ഡ്രൈ ആക്കാൻ വെക്കണം. ഓക്കെ, നമുക്കിനി ഇത് ബ്ലാക്ക് പെന്നോണ്ട് നമുക്ക് ഇത് അകത്ത് എഴുതണം. എൻ്റെ കൈ ഫുള്ള് ഗ്ലൂ ആണ്. കർസീവ് എഴുതാൻ ഒരു ഇതുണ്ട്. പിന്നെ കവർ പേജൊക്കെ മോസ്റ്റ്ലി ഞാൻ കവർ പേജൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൊക്കെ. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോയും കൂടെ ഉണ്ട്. കൂടെ കുറേ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടൊക്കെ ഡാൻസ് ഇടാറുണ്ട്. കാരണം ഇച്ചിരി ബിസി ആയിരുന്നു അതാണ്. അപ്പോൾ ഇതിപ്പോൾ ലൈറ്റായിട്ട് എൻ്റെ സ്റ്റാർസൊക്കെ ഉണങ്ങി ഇതായിട്ടുണ്ട്. ഇത് പിന്നെ നിങ്ങൾ ഇവിടെയൊക്കെ തൂക്കിയിടാമല്ലോ, നിങ്ങൾക്ക് ഡോറിൻ്റെ അവിടെ. ഇതിപ്പോൾ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും സാരമില്ലല്ലോ. ഞാനിപ്പോൾ വിചാരിച്ചു എന്തായിരിക്കും ക്രിസ്മസ് ഇപ്പോൾ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സാരമില്ല, ക്രിസ്മസ് ന്യൂ ഇയർ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എഴുതിയതാ. ഇങ്ങനെ ആക്കുന്നുള്ളൂ, മറ്റേ കറക്കി ഇങ്ങനെ ആക്കുന്നില്ല. ഓക്കെ, ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മൾ കുറേ ഇതൊക്കെ വരച്ച ഞാൻ റെഡ് കളർ എടുക്കുവാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാം കാണൂല, അതാണ് ഞാൻ തിരിച്ചടച്ച് വെച്ചത്. ഇത് ഞാൻ ഡാർക്കായിട്ട് കാണാൻ വേണ്ടി യെല്ലോ ഈ പെൻസിലിൻ്റെ വരയൊക്കെ കാണും, അതാണ്. നമ്മൾ കുറച്ച് ഇതൊക്കെ വരയ്ക്കും. ഞാൻ എല്ലാം പെൻസിലുകൊണ്ട് ആദ്യം വരച്ച് നോക്കുള്ളൂ. ഉപയോഗിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ പോലെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഹാർട്ടൊക്കെ ഇടുന്നുണ്ട്, സ്മോള്, വലിയതൊന്നും ഇടുന്നില്ല. നമ്മളതൊക്കെ ഇപ്പം റബ്ബ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് റബ്ബ് ചെയ്യുന്നല്ല, ഇതെല്ലാം വരച്ച് ഇതൊക്കെ നമുക്ക് റബ്ബ് ചെയ്യണം. എന്താ പറയുക, ഞാൻ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ട് റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണങ്ങുമല്ലോ, അതുകൊണ്ടാണ്. ഇതൊരു ലൈറ്റ് സ്പ്രെഡിങ് വണ്ണാണ്, അതുകൊണ്ടാണ്.
ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ റെഡിയാക്കണേ. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഇനി കുറച്ചും കൂടെ ഉണ്ട് ചെയ്യാൻ. നിങ്ങൾ അടുത്ത വീഡിയോ കാണാം.